വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോൺ സലാഡാണിത്. വളരെ എളുപ്പമാണ്. 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ഫുൾ കോൺ ഉണ്ട്, നല്ല സ്വീറ്റ് കോണാണ്. ഇതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ തൊണ്ടൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു നൂല് പോലെയുള്ള ആ ലെയറൊക്കെ പൊളിച്ച് കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ശരിക്കും അത് അടർത്തി മാറ്റണം. വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റുക ഒത്തിരി ടഫാണ്. അതിലൊന്നും എളുപ്പമാണ് പച്ചയോടെ ഇത് മാറ്റിയെടുക്കുന്നത്. അപ്പം ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് മാറ്റാവുന്നതാണ്. ഷേപ്പിലൊന്നും ഒരു വ്യത്യാസവും വരില്ല. ഇപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാനുള്ളതുമാണല്ലോ. ഇത് കണ്ടിക്കുമ്പോൾ വളരെ മൂർച്ചയുള്ള കത്തി കൊണ്ട് കണ്ടിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് താഴെ വരെ ചെത്തി ഇങ്ങനെ നീക്കാവുന്നതാണ്. എളുപ്പമായൊരു മെത്തേഡാണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല എളുപ്പമാണ്. എല്ലാ വശവും ഇങ്ങനെ അങ്ങ് അടർത്തി മാറ്റിയാൽ മതി. രണ്ടുപേർക്കുള്ള സലാഡ് ഇനഫാണ്. പിന്നെ ഇതൊരിക്കലും ഈ സലാഡിനായിട്ട് അധികം വേവിക്കരുത്. ഹാഫ് ബോയിൽ ആകാനേ പാടുള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ട് ഞാനിത് ചെത്തി മാറ്റിയിട്ടുണ്ട്. ചീനിച്ചട്ടിയിലേക്ക് നമുക്കൊരു 3/4 ഗീ ഇട്ട് കൊടുക്കാം. ഇത് ഗീയിലാണ് തയ്യാറാക്കേണ്ടത്. അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഇത്തിരി ജീരകം ഇട്ട് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ജീരകവും കടുകും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. കറിവേപ്പിലയാണ്. കറിവേപ്പില ചെറിയ ചെറിയ പീസസാക്കി മുറിച്ചെടുത്തതാണ്. അത് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേനും അടർന്ന് നല്ല പൊടിയായിട്ട് കിട്ടും. ഒരു ഹാഫ് ഉള്ളിയാണ്. ഉള്ളി അധികമൊന്നും വേണ്ട. കോൺ കുറച്ചല്ലേ ഉള്ളൂ, അതിനനുസരിച്ച് മസാലകൾ മതി. ഒരു 3-4 ഫ്ലേക്ക് വെളുത്തുള്ളിയാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഒരു ചെറിയ പച്ചമുളകാണ്. ഇത് അല്പം ഒന്ന് വെന്താൽ മതി. ഡീപ് ഫ്രൈ ഒരിക്കലും ചെയ്യരുത്. സലാഡിനായിട്ട് നമുക്ക് അല്പം വെന്ത് കിട്ടിയാൽ മതി. കടിച്ച് തിന്നാനുള്ള അതിന് വേണ്ടിയിട്ടാണ്. ആ കോൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. കോൺ വേവിക്കാതിരിക്കാനായിട്ട് അല്പം ഒന്ന് ഇളക്കിയാൽ മതി. 1 മിനിറ്റ് 1 to 2 മിനിറ്റ്സിൽ നമ്മുടെ സലാഡ് റെഡിയാവും. അല്പം വേവിക്കാതെ കഴിക്കുന്നത് നല്ലതല്ല. ഉപ്പ് പാകത്തിന് വേണ്ടി മാത്രം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലയെല്ലാം അങ്ങ് അടർന്ന് വന്നിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ആ ഹീറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിൽക്കൂടെ ഈ സലാഡ് കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാകുന്ന ഒപ്പം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. കോണിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വീറ്റ് കോൺ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക എളുപ്പവുമാണ്. അല്പം കുരുമുളക് പൊടി, ആ ഒരു പച്ചമുളകും ഈ കുരുമുളക് പൊടിയും കൂടെ നല്ലോണം എരിവുണ്ട്. പിന്നെ ഞാനൊരു ഐറ്റം കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. മുളകിൻ്റെ നല്ല ഒരു ഐറ്റം ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ 1 മിനിറ്റ് നേരത്തേന് ഇതിനെ ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഇത് ചെറിയ ഒരു തക്കാളിക്ക് ചെറുതായി കട്ട് ചെയ്തതാണ്. തീരെ ചെറുത് മതി, വലുതാണെങ്കിൽ ഹാഫ് ചേർത്താൽ മതി. ഹോം മെയ്ഡ് സോസാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഇത് നല്ലോണം മുളകുള്ള ടൊമാറ്റോ ചില്ലി സോസാണ്. നല്ലോണം എരിവുണ്ട് ഇതിന്. ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ റെഡിയായി. 1 to 2 മിനിറ്റ്സിൽ നമ്മുടെ സലാഡ് റെഡിയായി. രണ്ട് പേർക്ക് കഴിക്കാൻ ഇനഫ് ഉണ്ട് ഇത്.
ഇനി നമുക്ക് അല്പം ക്രഞ്ചി ആയിട്ട് കഴിക്കാനായിട്ട് സൺഫ്ലവർ സീഡ് വറുത്തതാണ്, പംകിൻ സീഡ് വറുത്തത്, നിലക്കടല വറുത്തതാണ്. എല്ലാം വറുത്തതാണ് ഇടാവുള്ളൂ. ഇപ്പം തന്നെ കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ 1 to 2 മിനിറ്റ്സിലുള്ള കോൺ സലാഡ് റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്.